വീണ് പോയിട്ടുണ്ടോ? നിങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ലേ? അതെനിക്കറിയാം, നിങ്ങളുടെ ക്യാമറ കൊണ്ട് കാണുന്നതല്ലേ, ക്യാമറ കൊണ്ട് കാണുന്നത്. എനിക്ക് വല്ലതും ഉണ്ടോ? ഞാനങ്ങനെ വീണ് പോയിട്ടുണ്ടോ? നിങ്ങൾ പറയും. വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിലുണ്ടായ ആരെങ്കിലും ഒരാൾ, എന്നെപ്പോലെ ഒരാൾ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരണ്ടേ? ആരും വന്നില്ല. എന്താ കാര്യം? അത്രയും ഞാനൊരു അനഭിമതനായ ആളായതുകൊണ്ടാണ് ആരും കൊണ്ട് പറയുന്നത്. വാട്ട് ആർ യു ടോക്കിംഗ്? ഞാൻ അവിടെ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ക്യാമറാമാൻമാരെല്ലാം ഇങ്ങോട്ട് ഓടിയെത്തും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എൻ്റെ തലതിൽ വരണ്ട. ഞാൻ എൻ്റെ സീറ്റിൽ സോഫയിൽ ഇരുന്നാണ്. സോഫ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒരു നല്ല സോഫയായിരുന്നു. ആ സോഫയിൽ ഞാൻ ഇരുന്നു എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ യാതൊരു തരത്തിലില്ലാത്ത അനവസരത്തൊരു കമൻറ്റായി മാത്രമായി പോയത്. അത് ഇറ്റ് ഈസ് ഇൻ ബാഡ് ടേസ്റ്റ്. അയ്യോ, അല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനീ പറഞ്ഞില്ലേ, സ്കഫിൾ നിൽക്കുന്ന അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇത് മാത്രമേ സീറ്റുള്ളൂ. ആ സീറ്റിൽ ഇരുന്നു മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വേണ്ടിയിരുന്നില്ല. അത് സ്ക്രൂവൽ ഓൺ യുവർ പാർട്ട്. അല്ല, മൈക്കിന് വേണ്ടിയിട്ട് കടിപിടിയൊന്നും കൊടുത്തില്ല. അത് പറയരുത്. അതിന്റെ വ്യാഖ്യാനം ഒന്നും കൊടുക്കരുത് പ്ലീസ്. അതല്ല, കാരണം അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായിട്ടില്ല ഒരു ക്ഷോഭം ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു, യു ആർ ക്വൈറ്റ് യങ്. ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു, യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഞാൻ ഉപയോഗിച്ച വാക്കാത്. അത് കേൾക്കൂ. അച്ചടക്കമില്ലായ്മ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുള്ള ഒരു വികാര വിക്ഷോഭമായിട്ട് മാത്രമേ എന്നെ കാണുന്നുള്ളൂ. അച്ചടക്ക ലംഘനം ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത്തരം വേദികളിലൊക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം. അത്രമേ ഉള്ളൂ.